ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുമില്ല, നമ്മളെ റെഡ് റൂബി ലോങ്കന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശമൊക്കെ കിളികൾ കൊണ്ടുപോയി തീർന്നിക്കണ്. ഇനി കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനുള്ള. ഇതിന് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ്. നല്ല ബുഷിയായിട്ട് നമുക്ക്, ഞാനിപ്പോൾ ഇതൊരു ചട്ടി മീൻസ് ഡ്രമ്മിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ജസ്റ്റ് ഫ്രൂട്ട്സ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതായിട്ടുണ്ട്, ഞാനതിൻ്റെ ഫ്ലഷ്. അപ്പോൾ ഇതിൽ വളരെ കുറവാണ്, തന്നെ അതിൻ്റെ സീഡ് മാത്രമേ ഉള്ളൂ. ഇതിൽ സീഡ് മാത്രമേ ഉള്ളൂ. ഇതും ആ ഒരു ഗണത്തിൽ തന്നെ ഉള്ളത്. പഴുത്തത് കിട്ടിയിട്ടില്ല, പച്ചയാണ്. ഒന്നാണ് ഒരു മീഡിയം പൈപ്പിലുള്ള കിട്ടിയത്, നെങ്ങുന്നില്ല. ഇത് നെങ്ങുന്നാണ് ഇതിൻ്റെ അടയാളം. അപ്പം ചില സമയങ്ങളിൽ അങ്ങനെ കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ളത്. എന്തായാലും ഇതൊരു ഫാൻസിയാണ്. വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളെ ഗാർഡനിലൊക്കെ അലങ്കരിക്കാൻ, അത് കാഴ്ച നിൽക്കണമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത്രയപ്പോൾ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇത് ടെറസിലുള്ളതാണ്. ഞാൻ ഇപ്പോൾ സെൽഫി എടുക്കാൻ നോക്കി, ഒന്ന് നല്ല മധുരത്തിൽ കിട്ടി. മധുരത്തിൽ മീൻസ് നല്ല ഫ്ലഷോട് കിട്ടി. ഇനി അതിൽ പഴുത്തതില്ല. അപ്പം ഇനി നമുക്ക് കാണില്ല, ഒന്നും നെങ്ങുന്നില്ല, ഒക്കെ പച്ചയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ കാണിക്കാം. നമ്മൾ സാധാരണ കാണിക്കാറുള്ള പോലെ തന്നെ നമ്മുടെ ഗാർഡൻ വിസിറ്റേഴ്സിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുസംബി എന്ന് പറയും. ഇത് വിയറ്റ്നാം മുസംബിയാണ്. രണ്ടുമൂന്ന് കഷ്ണം കൂടെ അങ്ങനെ വരിക ആദ്യം. മധുരം ഉണ്ടാവും നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ള നോക്കട്ടെ. എങ്ങനെയാണ് ആദ്യം ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി, അങ്ങനെ മധുരം ഉണ്ടോ നോക്കി. എന്നിട്ട് സൂപ്പർ. ഇവിടെ അബുദാബിയിലോടെയാണ്? അബുദാബിയിൽ സിറ്റി ബസ് സ്റ്റേഷൻ്റെ അടുത്ത്. എന്താ പരിപാടി? ബിസിനസ്സാണ്. ഓക്കെ. ആ മുറിച്ചോ. എന്തായാലും നിങ്ങളെ നാട്ടുകാരെ ഓറഞ്ചാണ്, കോഴിക്കോട്ടേൻ്റെ അടുത്താണ്. പൈസയും കൊടുത്ത് പോയാൽ മതി അല്ലേ? ഭയങ്കര ഉറപ്പാണ് കണ്ണിക്ക്. ചള്ളല്ല, മൂത്തിട്ടില്ല. അതാണ് നിങ്ങളൊക്കെ കോഴിക്കോട്ടുകാർ തന്നെയല്ലേ? അപ്പോൾ നമ്മളെ കോഴിക്കോടത്തെ ഒരു സാഹിബ് എടുത്ത് വെച്ചാണ്, അവരുടെ പെർമിഷന് വേണ്ടി പറഞ്ഞാൽ കേട്ടോ. നമുക്കത് ഹലാലാവണല്ലോ. വീഡിയോ കാണുന്നവരോടും പറഞ്ഞേക്ക്, അതേമാതിരി നിങ്ങളും പതിച്ച് പറഞ്ഞേക്ക്, ഹലാലാക്കി തരാണ്. നന്നായിട്ട് ഉള്ളിൽ കണ്ട് ഇറങ്ങട്ടെ. അങ്ങനെയല്ല, ഇറങ്ങി കണ്ട് ഉള്ളിൽ ഇറക്കട്ടെ. അടിപൊളി, ഇതാണ് ഏറ്റവും നല്ല നീരുള്ളത്. അടിപൊളി. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് റഹീം സാഹിബ്. ഇത് അൻസിക് സാഹിബ്, മറ്റേ കോയമാൻ സാഹിബ്. അങ്ങനെ 4 സാഹിബുമാരാണ് കോഴിക്കോടിന് ഇവിടെ വന്നത്. ഞാൻ തിന്ന് നോക്കണേ എങ്ങനെയുണ്ട് മധുരം നോക്കി. മധുരം ഉണ്ടോ, പുളി ഉണ്ടോ, മധുരം തുടങ്ങിക്കണോ? അൻസി സാഹിബ് തിന്ന് നോക്കി. കോയമാൻ സാഹിബ് റംബൂട്ടാൻ എടുത്ത് ഒന്ന് ലോഗണോ ഒരു റംബൂട്ടാൻ എങ്ങനെയുണ്ട്? അത് ചുണ്ടുമെന്ന് വിട്ടെന്നാലും ചിലപ്പോൾ അതിൻ്റെ പച്ച ഇതുണ്ടാവും, മധുരം കുറച്ച് വരുന്നുള്ളൂ. പച്ച നല്ല നീരുണ്ട്, നല്ല വെള്ളം. നേരെ ഒരു 3 മാസം ടൈമും കൂടെ ഉണ്ടായിരുന്നു. ഷുഗർ ഇറങ്ങി വരുന്നുണ്ടാവും. മുസംബിയാണത്. മുറിച്ചോ, ഇങ്ങനെ കട്ട്. ആ എല്ലാം ചെറുതാക്കണ്ട. ഞാൻ എൻ്റെ ഉള്ളൊന്നും കണ്ടോട്ടെ. ഇത് ഏകദേശമൊക്കെ ആയ മുസംബിയാണ് ഇത് കേട്ടോ. മധുരം ഉണ്ടോ മോനെ? കഴിച്ചിട്ട് പറയുന്നു. എങ്ങനെയുണ്ട്?
നല്ല മധുരം ഉണ്ടോ? എങ്ങനെയുണ്ട്? ഒന്നുകൂടെ ആവാണ്ട് ഒരു മാസത്തിൻ്റെ കൂടെ ഏകദേശം അയക്കണം എന്നാലും. പക്ഷെ ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് വെള്ളം ഇറങ്ങും, അതിൻ്റെ ഒരു കാരണം പൊതുവേ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് കിട്ടൽ വളരെ കഴിച്ചോളൂ. നമ്മൾ കഴിച്ചാൽ മുറിച്ച് പഠിക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയും മധുരം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ എവിടുന്ന? വാഴക്കാട് കൊണ്ടോട്ടി വാഴക്കാട്. നിങ്ങൾ പിന്നെ ഇവിടെ പട്ടാമ്പി. മധുരം ഉണ്ടോ? എന്തായാലും ഈ ഒരു സമയത്ത് ഫ്രൂട്ട്സ് മധുരം ഉണ്ടാവില്ല, കാരണം വെള്ളം ഇറങ്ങാൻ തന്നെ ഒരു സംഭവമുണ്ട്, മഴവെള്ളം. എന്നാലും അത്യാവശ്യം ആ അപ്പം അതിൻ്റെ ഓവർ ടൈമായി. ടേസ്റ്റ് ഉണ്ട്, മധുരം ഉണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരാൾക്ക് വീട്ടിൽ ഇത് മെയിനായിട്ട് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടാണ് വെക്കുക. വീട്ടിലൊരു അലങ്കാര ചെടി, അതിൻ്റെ ലീഫ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത്ര ഫ്രൂട്ട് അങ്ങനെ ഫ്രൂട്ട് അതിൻ്റെ ഇലയും ഫ്രൂട്ടും ഒക്കെ കൂടെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടി തൃശ്ശൂർ എവിടെ നിന്ന് പറഞ്ഞാൽ തൃശ്ശൂര് മണ്ണുത്തി തന്നെയാണ്. മണ്ണുത്തിക്കാർ കണ്ട എന്നെ അറിയാത്തവരുണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ഗാർഡനിൽ പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണുത്തി വന്ന കസ്റ്റമറാണ്. എന്താ പേരെന്താ? സുജു. ഓക്കെ, സന്തോഷം. എങ്ങനെയുണ്ട് സ്റ്റാർ ഫ്രൂട്ട്? എങ്ങനെയുണ്ട്? അതിന്റെ വലിയ മരം, പക്ഷെ അതിൽ നിന്ന് വിട്ടിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒരു പ്ലാന്റ് മേടിക്കണം ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റാർ ഫ്രൂട്ട്? രാത്രി ഒരു ലോഡ് സാധനം എടുത്ത് പോയതാ വണ്ണാർക്കാട്ടിൽ നിന്ന് വന്നിട്ട്. അല്ല രസിനൊന്നല്ല, വീട്ടിലേക്കാര്. ഇപ്പൊ ഇന്നിപ്പോ പകലിപ്പോ എന്നാ വരണ, അന്ന് രാത്രിയാ വന്നത്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. ഓക്കെ, ശരി. നമ്മളെ ഗാർഡൻ എവിടെ നിന്ന്? കൊല്ലത്താ? അല്ല, ഒരു കസ്റ്റമർ സെമ്പി അയച്ചു നോക്കി. വാടിയതാണ്, എന്നാലും എങ്ങനെ മധുരം വെച്ചിട്ടുണ്ടാ? ആയി വരണോളൂ. ചള്ളാണത്, ചെറിയ വാടി വീണതാ. അത് 100 റുപ്യ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വലിയൊരു റെക്കമെൻഡൊന്നും ഞാൻ ചെയ്യാറില്ല, കാരണം ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെക്കുക, അത്രേ നമ്മൾ ഇതിന് ഉദ്ദേശമുള്ളൂ. നമ്മളെ സാധാ നമ്മളെ ഡയമണ്ട് റിവർ പോലെ അങ്ങനെ അത്രയും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ലോങ്ങനം പോലെ അത്ര ഒരു ഫ്ലഷ് ഇതിനില്ല. പക്ഷെ അതൊരു ഭംഗിയാണ്, ഇതിങ്ങനെ കാഴ്ച നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരു ഫാൻസി ആയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ഭംഗിയായിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. അത്യാവശ്യം നമുക്ക് കഴിക്കുകയും ചെയ്യാം, നല്ല മധുരമാണ്. പക്ഷെ ഇതിന് ചില സമയങ്ങളിൽ വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് കുറച്ചും കൂടെ ഫ്ലഷ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ പൊതുവേ ഇത് വലിയൊരു കുരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ റെഡ് റൂബി ലോങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട്, പക്ഷേ വാങ്ങി വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതൊരു ഫാൻസി ആയിട്ട് വെക്കുക വീട്ടിൻ്റെ മുറ്റത്ത്. നല്ല മധുരമാണ്, നല്ല മധുരമുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്ലഷ് കുറച്ച് കുറവാണ്. പക്ഷേ എനിക്ക് പിന്നെ കുറച്ച് മുന്നേ കിട്ടിയത് ഇതിൻ്റെ മുന്നത്തെ ബാച്ചിലുണ്ടായിരുന്നത് നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു. അത് നമ്മളെ കാലാവസ്ഥേൻ്റെ മഴക്കാലമായിട്ടാണ് തോന്നുന്നത്. പോളിനേഷൻ കുറയുന്നതുകൊണ്ടാണോ, കാരണം പൂവിട്ട് കഴിയുമ്പോൾ തന്നെ മഴ പെയ്ത് അതിൻ്റെ പൂമ്പൊടിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ചെറിയ ശതമാനം പോളിനേഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് എൻ്റെ വിചാരം. എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ ഒരു അനുഭവം ഇതാണ്. വളരെ ഫ്ലഷ് കുറവാണ്, സീഡുണ്ട്, അത്യാവശ്യം വലിയ സീഡാണ്. അപ്പം ഇതാണ് ഈ റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ബായ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.